സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഉമേഷ് വള്ളിക്കുന്നിനെ സേനയിൽ നിന്ന് പിരിച്ചുവിട്ടു. കാരണം കാണിക്കൽ നോട്ടീസിന് ലഭിച്ച മറുപടി തൃപ്തികരമല്ല എന്നാണ് കണ്ടെത്തൽ. പോലീസ് സേനയിലെ മോശം പ്രവണതകളെ തുറന്ന് എതിർത്തതിനെ തുടർന്നാണ് നടപടി. പുറത്താക്കൽ നടപടിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് ഉമേഷ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. തുടർച്ചയായ അച്ചടക്ക ലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടി ഉമേഷ് വള്ളിക്കുന്നിന് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി പിരിച്ചുവിടൽ നോട്ടീസ് നൽകി. അതിന് 15 ദിവസത്തിനകം മറുപടി നൽകണമെന്നാണ് SP ആവശ്യപ്പെട്ടിരുന്നത്. നൽകിയ മറുപടി തൃപ്തികരമല്ല എന്ന് കണ്ടെത്തിയാണ് ഇപ്പോൾ അദ്ദേഹത്തെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടുള്ളത്. ഇത്ര നിസ്സാരമായ കാര്യങ്ങൾക്കാണ് കേരള പോലീസ് ഒരു പോലീസുകാരനെ അതായത് ഇത്ര നിസ്സാരമെന്ന് പറഞ്ഞുകൂടെ ഇത്തരം മണ്ടത്തരങ്ങൾ പറഞ്ഞിട്ടാണ് ഒരാളെ പിരിച്ചുവിടുന്നത്. അവർക്ക് തൃപ്തികരമായ ഒരു മറുപടി നമുക്ക് കൊടുക്കാൻ പറ്റില്ല. നമ്മൾ പറയുന്നത് മുഴുവൻ അവർക്ക് പൊള്ളുന്നതായിരിക്കും, അവർക്ക് വേദനിക്കുന്നതായിരിക്കും, അവർക്ക് പലതും നഷ്ടപ്പെടാനുള്ളതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ മറുപടി തൃപ്തികരമാവില്ല എന്ന് നമ്മളന്ന് പറഞ്ഞിരുന്നു. പ്രതീക്ഷിച്ച പോലെ ഇന്നിപ്പോൾ 21-ാം തീയതിയുള്ള ഓർഡറാണ്, ഇന്നാണ് എനിക്ക് കൊണ്ടുതന്നത്. ഇനിയിപ്പോൾ ബാക്കി നമ്മൾ നിയമ നടപടികളായിട്ട് പറഞ്ഞ പോലെ ചെയ്യാം. ഉത്തരവ് കൈപ്പറ്റി 60 ദിവസത്തിനകം മേലധികാരിക്ക് അപ്പീൽ നൽകാമെന്ന് ഉത്തരവിൽ തന്നെ പറയുന്നുണ്ടല്ലോ, അതുപോലെ പോകുന്നതാണോ? DIGക്ക് അപ്പീൽ കൊടുക്കാന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ ഉണ്ട്. കാരണം SP ആണ് പിരിച്ചുവിട്ടത്, അതുകൊണ്ട് അപ്പോൾ DIGക്ക് അപ്പീൽ കൊടുക്കും. അത് ഇതുപോലെ തന്നെ ഒരു പ്രശ്നമാവാൻ തന്നെയാണ് സാധ്യത. പിന്നെ തള്ളിക്കളയുമ്പോൾ നമ്മൾ ബാക്കി നിയമ നടപടി കേസും കോടതിയൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ എന്തായാലും ഒരു കുറച്ചു കാലം പുറത്തു നിന്നാലും നമ്മൾ തിരിച്ചു വരും. പോലീസിലെ തെറ്റായ പ്രവണതകളെ വിമർശിക്കുന്നു, പുഴുക്കുത്തുകളെ തുറന്നു കാണിക്കുന്നു എന്നാണ്. അതുകൊണ്ട് ജോലി തന്നെ നഷ്ടപ്പെട്ടു, വേണ്ടെന്ന് തോന്നിയിരുന്നോ? ഒരിക്കലും ഇല്ല. കാരണം ജോലി എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ ഈ പോലീസിലെ പണിക്ക് വരുന്നതിന് മുമ്പ് കൂലിപ്പണിയെടുത്ത് ജീവിച്ച ഒരാളാണ്. അപ്പോൾ ഞാൻ പോലീസിൽ ജീവിക്കുമ്പോഴും നമ്മൾ ആ രീതിയിലുള്ളൊരു ലെവലിലേ നമ്മൾ ജീവിച്ചിട്ടുള്ളൂ. വലിയ ആർഭാടങ്ങളില്ല, വലിയ ഇതുമില്ല. അപ്പോൾ നമ്മൾക്ക് ഇനിയും ചെറിയ വരുമാനത്തിൽ എന്തെങ്കിലും ജോലി കിട്ടും. കാരണം ജോലി ചെയ്യാൻ മനസ്സുള്ളവർക്ക് ഇവിടെ ജോലി കിട്ടാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ പുറത്താണ് സസ്പെൻഷൻ കാലത്ത് നമുക്ക് വേറെ ജോലി ചെയ്യാൻ പാടില്ല. പുറത്താണ് നമ്മൾ വേറെ ജോലി ചെയ്യും, നമ്മൾ വരുമാനം ഉണ്ടാക്കും, സമാന്തരമായിട്ട് നമ്മൾ കേസ് നടത്തും. പോലീസിനൊരു ഡെക്കോറം ഉണ്ട്, സോഷ്യൽ മീഡിയയിൽ എങ്ങനെയൊക്കെ എഴുതാം എന്നതിനൊക്കെ ഒരു മാനദണ്ഡങ്ങൾ ഉണ്ടാവില്ല, അതൊക്കെ തുടർച്ചയായി ലംഘിച്ചു എന്നല്ലേ? ആ മാനദണ്ഡങ്ങൾ ലംഘിക്കാത്തവരാരുമില്ല. പോലീസുകാർ യൂണിഫോം ഇട്ട ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം നമ്മളെ ഒരു വിഷ്വൽ പുറത്തു വന്നല്ലോ, ഒരു സ്ത്രീയുടെ മാറത്ത് പിടിച്ച് SHO തള്ളുന്നു, അവരെ അടിക്കുന്നു. വളരെ കേരളത്തിൽ വിവാദമായിട്ടുള്ള, കേരളത്തിൽ സാമാന്യബോധമുള്ള ആർക്കും എതിർപ്പ് തോന്നുന്ന ഒരു വിഷ്വലായിരുന്നു പ്രതാപചന്ദ്രൻ്റെ. ആ വിഷയത്തിനെ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെ ഒരുപാട് പോലീസുകാർ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ഇടുന്നുണ്ട്. അവർക്കെതിരെയൊന്നും നടപടി വരുന്നില്ലല്ലോ. ഇവരെ സംബന്ധിച്ച് ഇവരുടെ അനീതിയെ ചോദ്യം ചെയ്താൽ മാത്രമേ വരുള്ളൂ. ഇപ്പം ഇനി പ്രതാപചന്ദ്രനെതിരെ ചിലപ്പോൾ ഞാൻ എഴുതിയാൽ എനിക്ക് നടപടി വന്നെന്ന് വരും. നമ്മളുടെ പുസ്തകങ്ങൾ വരാനുണ്ട്. ഇപ്പം നമ്മൾ കൊടുത്ത നമ്മുടെ തലതിരിഞ്ഞ മറുപടികൾ അതൊരു പുസ്തകമായിട്ട് വരും, അതാദ്യം തന്നെ വരും. അത് നമ്മളൊരു സസ്പെൻഷൻ ഈ പിരിച്ചുവിടൽ സെലിബ്രേഷൻ പോലെ നമുക്കത് റിലീസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത അധികാരികളാണ് തലപ്പത്തിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ അല്ലേ? മനസ്സിലാക്കാൻ കഴിയാത്തതല്ല, നമ്മൾ പറയുന്നതൊക്കെ അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്, അവർക്ക് കൊള്ളുന്നുമുണ്ട്. പക്ഷെ അവർക്ക് പലർക്കും അതിൽ ശരിയായ നടപടി എന്തായാലും ചെയ്യാൻ പറ്റാത്ത ചില കുരുക്കുകളുണ്ട്. 22 വർഷമായി സർവീസിലുള്ള ഉദ്യോഗസ്ഥരാണ്. അദ്ദേഹത്തെയാണ് ഇപ്പോൾ പിരിച്ചുവിട്ടിട്ടുള്ളത്. നിയമപരമായി തന്നെ മുന്നോട്ട് പോകും. ആദ്യം DIGക്ക് അപ്പീൽ നൽകും. അതിൽ നിന്ന് അനുകൂല ഉത്തരവ് ലഭിച്ചില്ലെങ്കിൽ ട്രൈബ്യൂണലിനെ സമീപിക്കാനാണ് ഉമേഷ് വള്ളിക്കുന്നിൻ്റെ തീരുമാനം. മനോജ് പയ്യന്നൂരിനൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.